ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസിലൻഡ് പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ പാകിസ്ഥാനെ തകർത്ത് വിട്ടിരിക്കുകയാണ് ന്യൂസിലൻഡ്. എല്ലാ മേഖലയിലും സർവ്വാധിപത്യം എന്ന് പറയണം. ന്യൂസിലൻഡിൻ്റെ മികച്ചൊരു കളിയായിരുന്നു അവർ കാഴ്ചവെച്ചത്. പാകിസ്ഥാൻ ഒന്നും പറയാനില്ലെന്ന് ഇടയ്ക്ക് വാലറ്റ് നടത്തിയ ഒരു ബാറ്റിംഗ് വിസ്ഫോടനം ഒഴിച്ച് ബാക്കിയെല്ലാം ന്യൂസിലൻഡിൻ്റെ കയ്യിലായിരുന്നു. ടോം ലാഥവും വില്യങ്ങും സെഞ്ചുറി അടിച്ചു. അതുപോലെ ബൗളേഴ്സ് എല്ലാവരും നല്ലോണം ബൗൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് ഇട്ടുകൊണ്ട് അവർ മാക്സിമം പ്രഷർ ആക്കിയിരുന്നു പാകിസ്ഥാനെ. അപ്പം ആദ്യത്തെ മാച്ചിൽ പാകിസ്ഥാൻ തോറ്റു. അപ്പം ഇനിയുള്ള മാച്ച് പാകിസ്ഥാന് അത്രയും ക്രിട്ടിക്കലാണ്. അപ്പം ഇനിയുള്ളത് ടഫായിരിക്കും. പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള മാച്ച് നല്ല ടഫായിരിക്കും. കാര്യം അവർക്ക് ഇന്ത്യക്കെതിരെ ജയിച്ചേ പറ്റത്തുള്ളൂ നിലനിൽപ്പിന്. അപ്പോൾ അതുകൊണ്ട് നല്ല ടഫായിരിക്കും. നിങ്ങൾക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയപ്പോൾ അതിൽ പ്രശ്നങ്ങളായിരുന്നു. അതായത് പാകിസ്ഥാൻ ആണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടേ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കൂടുതലും ന്യൂസിൽ ഇടം നേടിയത് ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പ്രശ്നം വന്നതെന്ന് പറയുന്നത് ഇന്ത്യ കളിക്കാൻ വരത്തില്ല എന്ന് BCCI ഉറപ്പായിട്ടും പറഞ്ഞു. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ കളിക്കാൻ വരത്തില്ല. ഇനി കളിക്കണമെങ്കിൽ ഹൈബ്രിഡ് രീതിയിലുള്ള, അതായത് ദുബൈയിൽ വെച്ചിട്ട് വല്ലതും മാച്ച് നടത്താനേ പറ്റത്തുള്ളൂ, ഇന്ത്യയുടെ മാച്ചസ് മാത്രം. അങ്ങനെയാണെങ്കിൽ വരാം, ചാമ്പ്യൻസ് ട്രോഫി കളിക്കാം എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അന്നേ ഭയങ്കര പ്രശ്നമായിരുന്നു. പാകിസ്ഥാൻ അതിനെതിരെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തായിരുന്നു. ഇന്ത്യ കളിക്കാൻ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ICCയെ അവർ മാക്സിമം പ്രതിരോധിച്ചിരുന്നു, അത് സമീപിച്ചെടുക്കും. പക്ഷെ നടക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ICCയുടെ ഭൂരിഭാഗവും കൈയിരിക്കുന്നത് ബഡ്ജറ്റിൻ്റെ തന്നെ അതിൻ്റെ ഒരു 10 ഇരട്ടി നമ്മുടെ BCCIക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൺട്രോളിൽ മൊത്തം ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഹൈബ്രിഡ് രീതിയിൽ തന്നെ. പിന്നെ അതുമല്ല, ഈ സെക്യൂരിറ്റി, നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സെക്യൂരിറ്റി റീസൺസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ശ്രീലങ്ക പോയി പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് അത് എതിർക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആഭ്യന്തരം കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്നും പറയാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് അവർ ലാസ്റ്റ് ഇന്ത്യ കളിച്ചില്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര നഷ്ടമാണ് പാകിസ്ഥാന്. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് എന്ന രീതിയിൽ കളിക്കാമെന്ന് അത് സമ്മതിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇതണക്ക് ജേഴ്സിയിൽ പാകിസ്ഥാൻ്റെ നെയിം വരണം. അത് മിക്ക ടൂർണമെൻറ്റിലും അങ്ങനെയാണ്. ഹോസ്റ്റ് ചെയ്യുന്ന ആളുടെ ടീമിൻ്റെ കൺട്രിയുടെ പേര് നമ്മൾ എഴുതും. അത് ഇന്ത്യ ആണെങ്കിലും ഏത് ഹോസ്റ്റ് ചെയ്യുന്ന ഏത് കൺട്രി ആണെങ്കിലും നമ്മൾ എല്ലാവരുടെയും ജേഴ്സിയിൽ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ എന്ന് എഴുതണമായിരുന്നു. അപ്പോൾ അത് ഇന്ത്യ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ICC അത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് വാൺ ചെയ്ത് അത് ചെയ്തേ പറ്റത്തുള്ളൂ, അത് വേറൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ലാസ്റ്റ് ഇന്ത്യക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു. അപ്പം അതിൻ്റെ ഒരു കലിപ്പ് തീർക്കാൻ എന്ന രീതിയിലാണ് ഉദ്ഘാടന ദിവസത്തിൻ്റെ തലേ ദിവസം, നോർമലി എല്ലാ ഇനാഗുറേഷൻ ഡേയുടെ തലേ ദിവസമേ ഉദ്ഘാടന വേദിയായ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും നമ്മൾ ഏതൊരു ടൂർണമെൻറ്റാണ്, ICCയുടെ ടൂർണമെൻറ്റാണ്, അതിൻ്റെ ഫ്ലാഗ്സ് എല്ലാം, കൺട്രിയുടെ ഫ്ലാഗ്സ് എല്ലാം ചുറ്റിനും വെച്ചിരിക്കും. പക്ഷേ ഇന്ത്യയുടെ അവർ വെച്ചില്ല. അപ്പോൾ അത് ഫോട്ടോ എല്ലാം വൈറലായി, ലീക്കായി, ഭയങ്കര ചോദ്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും BCCI അതിന് റിപ്പോർട്ട് ഇതൊക്കെ ചോദിച്ച് ICC എടുത്ത് അങ്ങനെ ICC വാൺ ചെയ്ത് ഫ്ലാഗ് വെച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ മാച്ചിൽ, ന്യൂസിലൻഡ് പാകിസ്ഥാൻ മാച്ചിൽ അവർ അതിന് മുമ്പായിട്ട് അത് വെച്ച്, ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച്. അപ്പം പകരത്തിന് പകരം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. ന്യൂസിൽ അതിലാണ് കൂടുതലും, എനിക്ക് തോന്നുന്നു ന്യൂസ് കൂടുതലും പോകുന്നത്, ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റി ന്യൂസ് കൂടുതലും പോകുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, ക്രിക്കറ്റിനെയും കാട്ടി. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിലോട്ട് വരാം. പാകിസ്ഥാൻ ന്യൂസിലൻഡ്. അപ്പോൾ ടോസ് കിട്ടി അതിനൊക്കെ തന്നെ ന്യൂസിലൻഡ് ആരും ബാറ്റിങ്ങിന് പോയത്. ടോം ലാഥവും വില്യങ്ങും സെഞ്ചുറി അടിച്ചു. മാക്സിമം ബൗളർമാരെ അല്ല, അവരുടെ പാകിസ്ഥാൻ്റെ ഷഹീദ് അഫ്രീദി എല്ലാവരും അടിച്ച് താലങ്ങും വിലങ്ങും അടിക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു. പിന്നെ അത് തന്നെ സ്പിന്നേഴ്സിനും ഒന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ 320 അടിച്ച് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി. പാകിസ്ഥാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് വെക്കൊണ്ടിരുന്നു അവർക്ക്. ഇടയ്ക്കൊരു ബാബർ അസമും ഹാഫ് സെഞ്ചുറി അടിച്ചു. ബാബർ അസമുമായിട്ട് ഇടയ്ക്ക് കൂട്ടുകെട്ട് പറഞ്ഞതല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാനില്ലായിരുന്നു. പിന്നെ വാലറ്റം കുറച്ചൊന്ന് അടിച്ചു, അവസാനം അല്ല ആഞ്ഞടിച്ച്. അങ്ങനെ കുറച്ചൊരു പാർട്ണർഷിപ്പ് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ബാക്കി ഒരു മേഖലയിൽ ഫീൽഡിംഗ് ആണെങ്കിലും ബൗളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ന്യൂസിലൻഡ് തന്നെയായിരുന്നു ടോപ്പ്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കണ്ട് അവർ 220 ആ റേഞ്ചിലെ ഔട്ട് ആവേണ്ടതായിരുന്നു. വാലറ്റം അടിച്ചതിൻ്റെ പേരിൽ 260 അവിടെ സ്കോർ തീർന്നു, കൂട്ടിക്കെട്ടി. അങ്ങനെ ന്യൂസിലൻഡ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂസിലൻഡ് ടോപ്പ് ചെയ്യുകയാണ് ഗ്രൂപ്പിൽ. അപ്പം നാളെയാണ് നമ്മൾ കാത്തിരുന്ന ഇന്ത്യയുടെ മാച്ച്. അത് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടാണ് ആദ്യത്തെ മാച്ച്.
അപ്പം നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ, മുമ്പ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നു, ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്തു. അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം അത് ഉച്ചയ്ക്ക് 2:30 തുടങ്ങും മാച്ച്. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. ടീം സ്കോഡും എൻ്റെ സ്ട്രെങ്തും പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ICC OD റാങ്കിങ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ടോപ്പിൽ വരുന്നത് നമ്മുടെ ഇന്ത്യ. ടോപ്പ് 10ൽ 4 പേര് ഇന്ത്യക്കാരാണ്. ഒരു ഹാപ്പി ന്യൂസ് ആണ്. സർവാധിപത്യം എന്ന് തന്നെ പറയാം ബാറ്റിങ്ങിൽ. അതായത് ഒന്നാമത് ബാബർ അസമിനെ പിന്തള്ളി ഒന്നാമത് ശുഭ്മാൻ ഗില്ല് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രോഹിത് ശർമ്മ 3ാം സ്ഥാനത്തുണ്ട്. അതേപോലെ 6ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി ഉണ്ട്. 10ാം സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യർ വന്നിട്ടുണ്ട്. 4 പേര്, 10ൽ 4 പേരും ഇന്ത്യക്കാരാണ്. വളരെ ഒരു എന്തോ പറയാ, ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇടയിൽ ഇത് റാങ്കിങ് റിലീസ് ചെയ്തത് എന്തുകൊണ്ടൊരു ഗുണകരമായിരിക്കും ടീം ഇന്ത്യക്ക്. പിന്നെ അതേപോലെ തന്നെ മിക്ക വീഡിയോസിലും, ന്യൂസ് ചാനലാണെങ്കിലും സ്പോർട്സ് ചാനലാണെങ്കിലും യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും മിക്കൊരു ഒരു പരാമർശം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പിന്നേഴ്സ് കൂടുതലും കൊണ്ടുവന്നേക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാവോ, ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഗുണകരമാവോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഗുണകരമാവത്തേ ഉള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം പാകിസ്ഥാനാണെങ്കിലും UAE-യിലാണെങ്കിലും സ്പിന്നിങ്ങിനാണ് കൂടുതലും സ്കോപ്പ് ഉള്ളത്, സ്പിൻ പിച്ചിലാണ്. അപ്പം അത്രയും അതായത് നമുക്ക് നമ്മുടെ സ്ട്രെങ്തും അതാണ്. നമ്മൾ ഈ എല്ലാ ടീമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്തും അതാണ്. അതായത് കൂടുതലും മെയിൻ സ്പിന്നർ ആണ് കുൽദീപും വരുൺ ചക്രവർത്തിയും ഉണ്ട്. എന്നാൽ കൂടിയും അസറും രവീന്ദ്ര ജഡേജയും എന്ന് പറയുന്നത് നല്ല ടോപ്പ് സ്പിന്നേഴ്സ് തന്നെയാണ്. അതിൽ ആരും തർക്കവും ഇല്ല. സ്പെഷ്യലിസ്റ്റ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഓക്കെ, അത് ഏറ്റവും നമ്മുടെ ചാൻസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസർമാർ നോക്കുവാണെങ്കിൽ ഹർദിക്ക് പാർട്ട് ടൈം ആണ്, ഇടയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൾറൗണ്ടറാണ്. അതേപോലെ തന്നെ അർഷദീപും ഷമിയും, ഇവർ രണ്ടാണ് മെയിൻ പേഴ്സേഴ്സ് വന്നേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹർഷിത് റാണയാണ്. ഹർഷിത് റാണ ബെഞ്ചിലായിരിക്കും, ചിലപ്പോൾ ചില 2-3 ഇതിൽ കയറാം. പക്ഷെ ഒരാളെയും കൂടി മിക്കവരും പറയുന്നുണ്ട് ഒരു പേസറേയും കൂടി കയറ്റാൻ നല്ലതായിരിക്കും എന്നുള്ളത്, സ്കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സ്പിന്നറിനെ ഇത് ചെയ്യേണ്ടി വരും, ഒരു സ്പിന്നറിനെ ഇത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറിനെ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിച്ചിങ് കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ സ്പിന്നേഴ്സ് തന്നെ കൂടുതൽ ഇരിക്കുന്നത് നല്ലത്. ഇതും ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ്, സ്പിന്നർ ഓൾറൗണ്ടേഴ്സ് ആണ് കൂടുതലും. നമുക്കത് കൂടുതലും കാര്യം എല്ലാവരും നല്ല ഫോമിലാണ്. രവീന്ദ്ര ജഡേജ ആണെങ്കിലും അസർ ആണെങ്കിലും നല്ല ഫോമിലാണ് നിങ്ങൾക്ക് കളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ല ഗുണകരം. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിങ്ങിന് നല്ലതാണ്, നിങ്ങൾക്കറിയാം, ബൗളിങ്ങിലാണ്. പിന്നെ ഇടങ്കയ്യനാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല ഗുണകരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് ഇന്ത്യ മാച്ചിൻ്റെ ആ ടീം ഘടനയും അതിൻ്റെ സ്ട്രെങ്തും നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പ്രോബബിലിറ്റി 11 സ്കോഡ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇതിൽ എന്ന് പറയുന്നത് രോഹിത് ഗില്ല് ഓപ്പണിങ്ങിൽ വരും. അത് തന്നെ 3rd കോഹ്ലി വരും. പിന്നെ വരുന്നത് ശ്രേയസ്. പിന്നെ അസറിന് ചിലപ്പം ബാറ്റിംഗ് പൊസിഷനിൽ മുമ്പിലാണെങ്കിൽ അസർ ഇറങ്ങും, ഇല്ലെങ്കിൽ രാഹുൽ ആയിരിക്കും ഇറങ്ങുന്നത്. പിന്നെ ഹർദിക് പാണ്ഡ്യ, അസർ. ചിലപ്പോൾ അസറിന് പകരം വാഷിംഗ്ടൺ സുന്ദർ കയറാം, അതിനൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയും വരാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ പിച്ചിങ് കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും ഇടുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതലും ചാൻസ് ഇത് രവീന്ദ്ര ജഡേജയ്ക്കായിരിക്കും. അസറിന് രവീന്ദ്ര ജഡേജ ആയിരിക്കും കൂടുതൽ ഫോമിൽ അവരാണ് നിൽക്കുന്നത്. അതൊന്ന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഷദീപ്, ഹർദിക് പാണ്ഡ്യ പറഞ്ഞല്ലോ, ഹർഷദീപും പിന്നെ ഷമി, കുൽദീപ് മെയിൻ സ്പിന്നറായിട്ട് കുൽദീപിന് ഏറ്റവും പറ്റിയൊരു പിച്ചാണ് UAE. പിന്നെ അതേപോലെ തന്നെ വരുൺ ചക്രവർത്തി ഇപ്പം നല്ല ഫോമിലാണ്. അതിൻ്റെ ഒരു കൺഫ്യൂഷനിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറിയിരിക്കുക, പിച്ചിനനുസരിച്ച് അവർ മാറ്റി ഇടും. അപ്പം പ്രോബബിലിറ്റി 11 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൽ 1-2 പേര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്നുള്ളൊരു വ്യത്യാസമേ വരത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ മെയിൻ കളിക്കാരെന്ന് പറയുന്നത് മഹമ്മദുള്ള, തസ്കിൻ, പിന്നെ അതേപോലെ തന്നെ ഹൃദോയി, പിന്നെ മഹമ്മദുള്ള, ഹൃദോയി, പിന്നെ അതേപോലെ തന്നെ മെഹന്തി ഹസൻ. ഇവർക്ക് നല്ല UAE പിച്ചിൽ തിളങ്ങാൻ പറ്റിയൊരു പിച്ചാണ്. അപ്പോൾ അവരെയാണ് പേടിക്കേണ്ടത്. അവരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക. ബാറ്റിങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പ്രത്യേകിച്ച് മെഹന്തി ഹസനും മുഹമ്മദുള്ളയും, അവർ രണ്ടുപേരും നല്ല സ്പിന്നേഴ്സാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നോക്കിയാൽ നമുക്ക് നല്ല സ്കോർ കണ്ടെത്താൻ പറ്റും. സ്ട്രെങ്ത് എന്ന് പറയുന്നത് രോഹിത് ഫോമിലാണ്. രോഹിത് ഫോമിലായാൽ പിന്നെ ഏത് കൊലോമ്പം ബൗളേഴ്സ് വന്നാലും കാര്യമില്ല, അടിച്ച് തൂഫാനാക്കി കളയും. അതുകൊണ്ട് രോഹിത് ഫോമിലായാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഗില്ല് ഓൾറെഡി ഫോമിലാണ്, ആ ഫോം കണ്ടിന്യൂ ആയിട്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് പൊസിഷനിൽ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പിന്നെ രോഹിത് ഫോമിലാവുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ കോഹ്ലി
കോഹ്ലിയും UAE പിച്ചിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ കാര്യത്തിലുള്ള ഒരു ഡൗട്ട്, ആൾ ഫോമിലോട്ട് വരണം. ബാക്കി എല്ലാവരും ഓക്കെയാണ്, ബാക്കി എല്ലാവരും നല്ല ഫോമിലാണ്. ഷമിയും അതിൻ്റെ പക്ക ഫോമിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ സീരീസ് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ന്യൂസിലൻഡിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ UAE പിച്ചിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഷമിക്ക് ഏത് പിച്ചും എങ്ങനെ മാറാൻ പറ്റുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ICC ടൂർണമെന്റിൽ ഷമി കിടിലമാണ്, ആള് നല്ല ഫോമിലായിരിക്കും. അപ്പൊ അത് നോക്കാം. പിന്നെ അർഷദീപിന്റെ വിക്കറ്റ് ടേക്കിംഗ് ആണ് ഒരു പ്രശ്നം. ODI 2020 ആൾ ഒക്കെ പുല്ലിയാണ്, പക്ഷെ ODIയിലാണ് ഒരു ODIയിൽ റണ്ണ് കൊടുക്കുന്നുണ്ട്. വിക്കറ്റും നല്ലൊരു പെർഫോമൻസ് ODIയിൽ വന്നിട്ടില്ല. പിന്നെ തുടങ്ങിയുള്ളൂ 2020-ലാണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. ODIയിൽ വരുമ്പോഴത്തേക്ക് ആള് പക്കയായിരിക്കും. പിന്നെ കുൽദീപിനെ സൂക്ഷിക്കണം. കുൽദീപും വരുൺ ചക്രവർത്തിയും നല്ല പറ്റിയൊരു പിച്ചാണ്, കുത്തി തിരിപ്പിച്ച് കളയും. നോക്കാം എത്രത്തോളം ബംഗ്ലാദേശ് കുൽദീപിനെയും അസറും ഇവർ രണ്ടുപേരും എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് കണക്കിരിക്കും അവരുടെ സ്കോർ പോകുന്നത്. ഓക്കെ, അപ്പം നാളെ വരെ കാത്തിരിക്കാം. എല്ലാവരും മാച്ച് കാണുക. എല്ലാ മാച്ചിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെ മാച്ചിൻ്റെ ഇത് റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് ഫോളോ ചെയ്യുക. അപ്പം എല്ലാ ഇന്ത്യയുടെ കളിയും ഇതേപോലൊക്കെ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.